എനിക്കൊരു വീഡിയോയിൽ നിന്ന് 1400 വ്യൂ കിട്ടിയിട്ടുണ്ട്. 1400 വ്യൂ കിട്ടിയ ഒരു വീഡിയോയിൽ എനിക്ക് 43 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ അത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 1 ലക്ഷം 2 ലക്ഷം വ്യൂ ഉള്ള വീഡിയോസിനൊക്കെ എത്രയാണ് കിട്ടാന്നുള്ളത്. ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു വിത്ത് പ്രൂഫാണ് കാണിക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട്സ് ഒക്കെ ഞാനിവിടെ കാണിക്കാം. 22,000 വാച്ച് അവർ കയറിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏർണിങ്സ് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 500 വ്യൂസിന് നമുക്ക് എത്ര രൂപയാണ് യൂട്യൂബ് തരുന്നതെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ 500 വ്യൂസ് മുതൽ 1 ലാക്ക് 2 ലാക്ക് വ്യൂസ് വരെ നമുക്ക് യൂട്യൂബിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപയാണ് യൂട്യൂബ് തരാന്നുള്ളത് വിത്ത് പ്രൂഫ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. പ്രൂഫ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം എല്ലാവരും എത്രയാണ് കിട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ വീഡിയോയുടെ ഇടയിലായിട്ട് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള 500 വ്യൂസ് മുതൽ 1 ലാക്ക് വ്യൂസ് വരെ കിട്ടിയിട്ടുള്ള വീഡിയോസിന് എനിക്ക് എത്രയാണ് യൂട്യൂബ് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പ്രൂഫ് കാണിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സും വീഡിയോസ് ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും വരാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാനായിട്ട് മറക്കണ്ട. ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവാതെ നമ്മളുടെ വീഡിയോസിനൊന്നും പൈസ കിട്ടില്ല കേട്ടോ. അതല്ലാതെ നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നതിന് മുന്നും നമ്മളുടെ വീഡിയോസിൽ ആഡ്സ് ഒക്കെ വരും. പക്ഷേ ആ ആഡ്സിനൊന്നും നമുക്ക് റവന്യൂ കിട്ടില്ല. നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മൾക്ക് റവന്യൂ വന്ന് തുടങ്ങുള്ളൂ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ അതൊരിക്കലും ഫിക്സഡ് അല്ല. ഓരോ മാസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനനുസരിച്ചാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്. ഇപ്പോൾ ഒരു മാസം നമ്മൾ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാസം നമുക്ക് റവന്യൂ കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാസം നമുക്ക് നല്ല രീതിക്ക് റവന്യൂ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് പോലെ ഇരിക്കും എത്രയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സും കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് എത്രയാണ് കിട്ടാന്നുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എത്രയാണ് കിട്ടാന്നുള്ളത് യൂട്യൂബിൽ നിന്ന് പറയാൻ പറ്റില്ല. ഓരോ മാസം നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് ആ മാസം കിട്ടുന്ന റവന്യൂ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസിന് ഒരുപാട് വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പൈസ കിട്ടുമെന്ന് കുറേ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം. പക്ഷേ അങ്ങനെയല്ല. നമ്മളുടെ വീഡിയോസിന് വ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഓഡിയൻസ് നമ്മളുടെ വീഡിയോ തംബ്നെയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് കണ്ട് അപ്പോൾ തന്നെ അവർ സ്കിപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റവന്യൂ കിട്ടില്ല. നമ്മളുടെ വീഡിയോ ഒരു ഒരു 3 മിനിറ്റ് എങ്കിലും നമ്മളുടെ ഓഡിയൻസ് കണ്ടിട്ടുണ്ടാവണം. അത്യാവശ്യം ഓഡിയൻസ് റിട്ടൻഷൻ ആ വീഡിയോയിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ വീഡിയോന്ന് കുറച്ചെങ്കിലും റവന്യൂ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസിൽ നിന്ന് ആഡ്സിൽ നിന്നാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്ത് അവിടെ നിന്ന് നമുക്ക് എല്ലാ മാസവും കിട്ടുന്ന സാലറി പോലെയല്ല യൂട്യൂബിന്റെ സാലറി. അവിടെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്. നല്ല നല്ല കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്ത് നല്ലോണം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് റവന്യൂ കിട്ടും. അതല്ല നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാസം റവന്യൂ കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ സെയിം വ്യൂ കിട്ടിയ വീഡിയോസിന് സെയിം എമൗണ്ട് ആയിരിക്കില്ല നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു, 2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. ആ 2 വീഡിയോസിനും 1500 അല്ലെങ്കിൽ 2000 വ്യൂ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 2 വീഡിയോസിനും കിട്ടുന്ന റവന്യൂ ചിലപ്പോൾ ഡിഫറെന്റ് ആവാം. കാരണം ആ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ആഡ്സ് അനുസരിച്ചാണ് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് റവന്യൂ കിട്ടുന്നത്. ചിലപ്പോൾ ഒരു വീഡിയോയ്ക്ക് നല്ല എമൗണ്ട് നമുക്ക് കിട്ടും, ചിലപ്പോൾ ആ സെയിം വ്യൂ ഉള്ള വേറെ വീഡിയോക്ക് നമുക്ക് അത്ര റവന്യൂ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസ് ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് റവന്യൂ കൂടുകയും കുറയുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ USA-യിലും UK-യിലൊക്കെ ഉള്ള ഓഡിയൻസ് ആണ് നമ്മളുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ വീഡിയോക്ക് നമുക്ക് കിട്ടുന്ന റവന്യൂ കൂടുതലായിരിക്കും. ഇന്ത്യയിലുള്ള ഓഡിയൻസ് ആണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എന്ന് വെച്ചാൽ അത്ര കുറവൊന്നല്ല. UK US-ലുള്ള ഓഡിയൻസ് കാണുന്ന അത്ര റവന്യൂ നമുക്ക് കിട്ടില്ല, പക്ഷേ കുറച്ച് കുറവായിരിക്കും ഇന്ത്യയിലുള്ള ഓഡിയൻസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ കുറച്ചെങ്കിലും ടൈം ഓഡിയൻസ് കണ്ടിരുന്നാൽ മാത്രമേ ആ വീഡിയോയിൽ ആഡ്സ് വരുള്ളൂ. തുടക്കത്തിൽ തന്നെ ഓഡിയൻസ് നമ്മളുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ആഡ്സ് വരില്ല. അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് റവന്യൂ കിട്ടുമില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോക്ക് അത്യാവശ്യം ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വീഡിയോയിൽ നിന്ന് റവന്യൂ കയറുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പെട്ടെന്ന് ഓഡിയൻസ് ക്ലിക്ക് ചെയ്യുന്ന രീതിയിലുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോയിൽ എന്താണോ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ആ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള തംബ്നെയിലും ടൈറ്റിലൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെ പറഞ്ഞാലും യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇൻകം ഒക്കെ നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. അതിനൊരു പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു വീഡിയോയിൽ നിന്ന് 1400 വ്യൂ കിട്ടിയിട്ടുണ്ട്. 1400 വ്യൂ കിട്ടിയ ഒരു വീഡിയോയിൽ
എനിക്ക് 43 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ വെച്ചാണ് നമ്മൾ മോണിറ്റൈസേഷൻ ആക്കുന്നതെന്നുണ്ടെങ്കിൽ 4000 വാച്ച് അവർ നമുക്ക് കംപ്ലീറ്റ് ആവണം. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു വീഡിയോയിൽ നിന്ന് 1400 വ്യൂ കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോക്ക് 43 വാച്ച് അവർ കയറിയിട്ടുണ്ട്. അതിന് എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 വ്യൂ കിട്ടിയ വീഡിയോക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് $0.88 ആണ്. അതായത് നമ്മളുടെ നാട്ടിലെ ഒരു 83 രൂപ അത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 1 ലക്ഷം 2 ലക്ഷം വ്യൂ ഉള്ള വീഡിയോസിനൊക്കെ എത്രയാണ് കിട്ടാന്നുള്ളത്. ഇനി അടുത്തത് പറഞ്ഞുതരാം. ഒരു വീഡിയോക്ക് എനിക്ക് 5300 വ്യൂ കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോയിൽ നിന്ന് 338 വാച്ച് അവർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ $4.11 എനിക്ക് കിട്ടിയിട്ടുണ്ട്. $4.11 എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ ഏകദേശം ഒരു 390 രൂപ അടുത്ത് വരും. അപ്പോൾ എല്ലാത്തിന്റെ പ്രൂഫ് ഞാൻ സൈഡിൽ കൊടുക്കാം. നമ്മൾ മുൻ അപ്ലോഡ് ചെയ്ത ഏതോ ഒരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതുപോലെ ഉടായ്പൊക്കെ പറഞ്ഞ് എന്തിനാ ആൾക്കാരെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിത്ത് പ്രൂഫാണ് കാണിക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട്സ് ഒക്കെ ഞാൻ ഇവിടെ കാണിക്കാം. ഇനി വേറൊരു വീഡിയോക്ക് എനിക്ക് 21000 വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 21000 വ്യൂ കിട്ടിയ വീഡിയോയിൽ നിന്ന് എനിക്ക് 1500 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ $17 ആ വീഡിയോയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് നാട്ടിലെ ഒരു 1615 രൂപ ആ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ലോങ് വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ളത് 2,82,000 ആണ്. അപ്പോൾ ആ വീഡിയോയിൽ നിന്ന് എനിക്ക് 22,000 വാച്ച് അവർ കയറിയിട്ടുണ്ട്. അപ്പോൾ 2,82,000 വ്യൂ കിട്ടിയ വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് $191 ആണ്. അതായത് നമ്മളുടെ നാട്ടിലെ ഏകദേശം ഒരു 18,000 രൂപ അടുത്ത് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ലോങ് വീഡിയോയിൽ നിന്ന് ഇത്ര എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്ര എമൗണ്ട് ഒക്കെ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ തമ്മിൽ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഓഡിയൻസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത്ര എമൗണ്ട് ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഓഡിയൻസ് വാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു യൂട്യൂബിൽ സക്സസ് ആവാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീഡിയോസിന് ഇത്ര വ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല എഫേർട്ട് ഇട്ടിട്ട് ഇതിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏർണിങ്സ് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ വേറെ വർക്കിനൊന്നും പോകുന്നില്ല, ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂട്യൂബിലെ കോണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം നമുക്ക് ഇത്ര വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴേ പറയാം. നമ്മൾ ആദ്യം ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത്ര വ്യൂസ് ഒന്നും കിട്ടണമെന്നില്ല, ഇത്ര വാച്ച് അവർ കയറണം എന്നില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഓഡിയൻസിൽ നമുക്കൊരു ട്രസ്റ്റ് വരുള്ളൂ. അങ്ങനെ നമുക്ക് പോകെ പോകെ നമുക്ക് എല്ലാ വീഡിയോസിനും അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് കിട്ടുന്ന ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഇതിൽ നിന്നൊന്നും നമുക്ക് റവന്യൂ കിട്ടില്ല കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പൈസ കിട്ടോ, ഇത്ര ലൈക്ക് ഉണ്ടെങ്കിൽ പൈസ കിട്ടോ. അങ്ങനെ ഒന്നും കിട്ടില്ല. നമ്മളുടെ വീഡിയോസിൽ ആഡ്സ് വന്നാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഷെയർ ഒക്കെ നമ്മൾ പറയുന്നത് ആ വീഡിയോക്ക് റീച്ച് കിട്ടാനാണ്. ഈ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സും ഒക്കെ നമുക്ക് പൈസ കിട്ടുന്നതായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കൂടുതൽ ലൈക്കുള്ള വീഡിയോസ് അത്യാവശ്യം ഓഡിയൻസിലേക്ക് എത്തുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ നമുക്ക് വരുമാനമൊന്നും കിട്ടില്ല കേട്ടോ. എത്ര ലൈക്കും ഷെയറും കമന്റും ഉള്ള വീഡിയോ ആണെന്ന് പറഞ്ഞാലും ആ വീഡിയോയിൽ മാക്സിമം ആഡ്സ് പ്ലേസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റവന്യൂ ഒന്നും കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വീഡിയോക്ക് എത്ര വ്യൂ ഉണ്ടെന്നല്ല, ആ വീഡിയോയിൽ എത്ര ആഡ് പ്ലേസ് ആയി എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ എത്ര ആഡ് പ്ലേസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് റവന്യൂ കൂടും കേട്ടോ. പിന്നെ നിങ്ങൾ ചാനൽ മോണിറ്റൈസേഷൻ ആവാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ആയവരാണെങ്കിലും ആവാത്തവരാണെന്നുണ്ടെങ്കിലും ലോങ് വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മിനിമം 8 മിനിറ്റ് ലെങ്ത് ഉള്ള ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിലാണ് ആഡ്സ് വരുള്ളൂ. അപ്പോൾ നമ്മൾ പണ്ടിട്ടുള്ള വീഡിയോസിലും ഇതുപോലെ 8 മിനിറ്റിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസ് 8 മിനിറ്റ് മിനിമം ലെങ്ത് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിനാണ് കൂടുതൽ ആഡ്സ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യൂട്യൂബ് ചാനലിലുള്ളവർക്കും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയാത്തവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പൈസ കിട്ടുന്നത് എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ടൈം നിങ്ങൾ മാനേജ് ചെയ്യണം. അല്ലാതെ ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പും കൊളാവരുത്. പക്ഷേ യൂട്യൂബ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ ടിപ്സും പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലുള്ള എല്ലാ ടിപ്സും പറഞ്ഞിട്ട് ഞാൻ മുന്നേ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ഞാൻ യൂട്യൂബ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് പറയാം. അപ്പോൾ വിത്ത് പ്രൂഫാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇനി ആരും ഉടായ്പാണെന്ന് പറഞ്ഞ് വരരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം
മാക്സിമം ഓഡിയൻസിലേക്ക് എത്താനായിട്ട് വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.